മുസഫ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ്, ഇപ്പൊ നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് 2 ഇയർ ആവുന്നു. ഇതുവരെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട്. ഇതുവരെ ഞാനൊരു ചെക്കന് മെസ്സേജ് ഇട്ടില്ല. പക്ഷെ മാനുല്ലേ എത്ര പേർക്ക് മെസ്സേജ് എന്ന് പറയും. ഞാൻ ഗർഭിണിയായിരിക്കും വരെ ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട്. മാനുവിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ ബുക്ക് അത്ര ഒന്നുമില്ലല്ലോ. ഈ അടുത്ത് വരെ ഒരു സംഭവം മെൻ്റലി ഞാൻ അത്ര തളർന്ന് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അവളുടെ കൈ അങ്ങ് ഇവൻ കടിച്ച് കീറി എന്നുള്ളതാണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് മെഹനാസ് മെഹനു എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലിലെ അത് നടത്തിക്കൊണ്ട് പോകുന്ന ആളുടെ പേര് മെഹനാസ് എന്നാണ്. അപ്പം മെഹനാസിനെ കുറിച്ചിട്ടെന്ന് പറഞ്ഞാൽ മെഹനാസിൻ്റെ വൈഫ് ഒളിച്ചോടിപ്പോയി എന്നാണ് മെഹനാസ് പറയുന്നത്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റോറി ഇട്ടാണ് ഇത് അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരെ അല്ലെങ്കിൽ വ്യൂവേഴ്സ് ആയിട്ടുള്ളവരെ മെഹനാസ് അറിയിച്ചിട്ടുള്ളത്. നമ്മുടെ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ ദമ്പതികളുടെയും പ്രണയിക്കുന്നവരുടെയും എല്ലാവരുടെയും ഒരു ദിവസമാണ്, സ്നേഹിക്കുന്നവരുടെ ദിവസമാണ്. അന്നേ ദിവസം നമ്മുടെ മെഹനാസിൻ്റെ വൈഫ് ഉപേക്ഷിച്ചിട്ട് മറ്റൊരു യുവാവിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നാണ് മെഹനാസ് സ്റ്റാറ്റസ് ഇട്ടിട്ടുള്ളത്. ആ ഒരു വീഡിയോ ഞാൻ ഇതിൽ വെക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഈ മെഹനാസിൻ്റെ ചാനൽ ഞാനങ്ങനെ കാണാറോ അല്ലെങ്കിൽ അത് കാണാൻ തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒരു വലിയൊരു ചരിത്രം തന്നെ നമുക്ക് ബാക്കിലോട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് കുറച്ച് പേർക്കെങ്കിലും ഈ മെഹനാസ് ആരാണെന്ന് അറിയത്തില്ലായിരിക്കും. അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ മുഴുവൻ ചർച്ചാ വിഷയവും ഈ മെഹനാസിൻ്റെ വൈഫും ഒക്കെ തന്നെയാണ്. അപ്പം മെഹനാസ് എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ബ്ലോഗുകളൊക്കെ ചെയ്ത് അതിൽ നിന്നുള്ള റവന്യൂ കിട്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുപോലെ തന്നെ മെഹനാസിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ഒളിച്ചോടിപ്പോയി എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ ഭാര്യ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. മെഹനാസിന് മുമ്പ് ഒരു ഭാര്യ ഉണ്ടായിരുന്നു. റിഫ മെഹനു എന്നായിരുന്നു ആ വൈഫിൻ്റെ പേരെന്ന് പറഞ്ഞാൽ. ദുബായിൽ ഒരു ഷോപ്പിൽ ഇവർക്ക് ജോലിയായിരുന്നു. ഹസ്ബൻഡും വൈഫും അവിടെ തന്നെയായിരുന്നു. ആ ഒരു സമയത്ത് ഷോപ്പിൽ ഒരു 12 മണി സമയത്തൊക്കെ ഷോപ്പൊക്കെ അടച്ച് ഇവർ വീട്ടിലോട്ട് വന്ന് പിന്നെ ഈ പുള്ളി വീട്ടിൽ കിടന്ന് ഉറങ്ങാതെ വെളിയിലോട്ടൊക്കെ പോയി ഒന്ന് കറങ്ങി ചുറ്റി വീട്ടിലോട്ട് വന്നപ്പോഴത്തേനും കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തതാണ്. കെട്ടിത്തൂങ്ങി മരിക്കുകയായിരുന്നു. അപ്പം ആ ഒരു നിമിഷം തന്നെ ഒരു ആൻസൈറ്റിയുടെ പുറത്ത് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഷോക്കിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൈവ് ഇട്ട് ലോകം മൊത്തം എൻ്റെ ഭാര്യ ഇങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞ് ലൈവ് ഇട്ട് കരയുകയാണ്. കാരണം പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലോട്ട് വിളിച്ച് പറയുക, പോലീസിനെ അറിയിക്കുക, അതൊന്നും തോന്നിയില്ല. അല്ലാതെ ലൈവ് ഇട്ടാൽ തന്നെ എല്ലാവരും അറിഞ്ഞോളൂല്ലോ. അപ്പം അങ്ങനെ ലൈവ് ഇട്ട് അറിയിച്ചിട്ടുള്ള ഒരാളാണ് ഈ മെഹനാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിഫ മെഹനു എങ്ങനെയാണ് മരിച്ചതെന്നുള്ളതിൻ്റെ കാര്യം ഇതുവരെയും വെളിയിലോട്ട് വന്നിട്ടില്ല. റിഫ മെഹനുവിൻ്റെ മരണം ഒരു കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യ തന്നെയാണോ എന്നുള്ളതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇതുവരെയും അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതൊന്നും വെളിയിലോട്ട് വന്നിട്ടില്ല. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനും അതുപോലെ തന്നെ പോസ്കോ കേസ് ചുമത്തിയും ഈ മെഹനുവിൻ്റെ പേരിൽ കേസുകളൊക്കെ ഉണ്ട്. പക്ഷേ അവരത് FIR ഇടുകയോ അറസ്റ്റ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മെഹനു സുഖമായിട്ട് വെളിയിലൂടെ വിലസ് നടക്കുകയാണ്. ആ ഒരു പ്രശ്നം വന്ന് റിഫ മരിച്ച ആ ഒരു സമയത്ത് എല്ലാവരും വിശ്വസിച്ചിരുന്നത് മെഹനു ആണ് അത് ചെയ്തത് എന്നാണ്. പക്ഷെ മെഹനു പല ചാനലുകളിലും ഇൻ്റർവ്യൂവിലും ഒക്കെ വന്നുകൊണ്ട് ഞാനങ്ങനെ ചെയ്തിട്ടില്ല, റിഫ എൻ്റെ ജീവനായിരുന്നു, എൻ്റെ കൂട്ടുകാരനുമായിട്ട് റിഫയ്ക്ക് അഫെയർ ആയിരുന്നു, മരിച്ച ഒരാളെ പറ്റി മോശം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് റിഫയ്ക്ക് കാമുകനുണ്ടായിരുന്നു, അഭിഹിതമുണ്ടായിരുന്നു, അത് മെഹനു കൈയോടെ പിടിച്ചതുകൊണ്ടാണ് റിഫ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ എല്ലാ ഇൻ്റർവ്യൂവിലും വന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആയി ആൾക്കാരിൽ നിന്ന് ഈ ഒരു കാര്യമൊക്കെ മറന്നു തുടങ്ങി. മെഹനു അവരുടെ യൂട്യൂബ് ചാനലുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. ഏകദേശം 4 ലക്ഷം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളൊരു യൂട്യൂബ് ചാനലാണ്. ഇങ്ങനെ മുന്നോട്ട് പോയി കുറേ നാൾ കഴിയുമ്പം റിഫയെ പോലെ തന്നെ ഏകദേശം റിഫയെ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി മെഹനുവിൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വരികയാണ്. ആ പെൺകുട്ടിയുടെ 2ാം വിവാഹമാണിത്. മെഹനുവിൻ്റെയും 2ാം വിവാഹമാണ്. മെഹനുവിന് റിഫയും മെഹനുവിനും ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ റിഫയുടെ മാതാപിതാക്കൾ നല്ല പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഇവൻ അതിനെ പോയി അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. അന്വേഷിക്കാൻ അങ്ങോട്ട് ചെന്നാലും അവർ നല്ല അടി കൊടുത്ത് വിടത്തേ ഉള്ളൂ, അത് വേറെ കാര്യം. അപ്പം ഈ സഫ എന്ന് പറയുന്ന പെൺകുട്ടി ഇവൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരികയാണ്. ഇവർ കല്യാണം കഴിച്ച് ഇപ്പോൾ ഇവർക്കൊരു കുഞ്ഞുമുണ്ട്. അപ്പം ഇവൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ഈ സഫ എന്ന് പറയുന്ന കുട്ടി ഇവൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരുന്നത്. ഇവൻ ഇങ്ങനെ ഇവന് ഒരു ആദ്യ ഭാര്യ ഉണ്ടായിരുന്നു, അത് ഈ ഒരു സാഹചര്യത്തിൽ മരണപ്പെട്ടതിന് ശേഷം ഇവൻ ആദ്യ ഭാര്യയെ പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ലോകം മൊത്തം ഇവനെയാണ് സംശയിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ സഫ എന്ന് പറയുന്ന പെൺകുട്ടി ഇവൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നത്. കാരണം ഇവൻ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു. ഇവനെ ഒന്ന് കൈപിടിച്ച് കൊണ്ടുവരാൻ ഒരാൾ വേണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നതെന്ന് പറഞ്ഞ് കടന്നു വന്നത്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. എന്നിട്ട് ഇവർ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ച് വരികയായിരുന്നു. ഇപ്പോൾ ഇവർക്കൊരു കുഞ്ഞുമുണ്ട്.
അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ച് വന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മെഹനു ഒരു സ്റ്റോറി ഇടുന്നത്. മെഹനുവിന് എന്ത് വന്നാലും ഒന്നെങ്കിൽ ലൈവ് ഇടണം അല്ലെങ്കിൽ സ്റ്റോറി ഇടണം. ഇത് ഇവൻ്റെ പതിവ് പരിപാടിയാണ്. അപ്പം മെഹനു വന്നിട്ട് സ്റ്റോറി ഇട്ടു, ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവരുടെ പിണക്കങ്ങളും മറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർത്ത് വീണ്ടും ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. ഇപ്പം അതേണ്ട വാലന്റൈൻസ് ഡേയുടെ അന്ന് ഇവനെ ഉപേക്ഷിച്ചിട്ട് ഇവൻ്റെ കൂട്ടുകാരൻ്റെ ഒപ്പം ഇവള് ചാടിപ്പോയി എന്നാണ് ഇവൻ വന്ന് സ്റ്റോറി ഇട്ട് പറയുന്നത്. ഇവൻ ഈ എന്തൊരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവനുണ്ടെങ്കിലോ സ്വന്തം ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ പോലും ലൈവ് ഇട്ടവനാണ്. അവനിതൊക്കെ സ്റ്റോറി ഇടുക എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ല. കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഒരു മാതാവായിക്കോട്ടെ, പിതാവായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, ആരെങ്കിലും മരിച്ചു കിടക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് എങ്ങനെ ലൈവ് ഇടാൻ പറ്റും? നമുക്കതൊരു സ്റ്റോറി ഇടാൻ പറ്റും. അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം നമ്മൾ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞ് ഫോട്ടോ ഒക്കെ ഇട്ട് കണ്ടിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് അറിയത്തില്ല. അപ്പോൾ ഇവനിങ്ങനെ സ്റ്റോറി ഇട്ടത് കൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇവളിട്ടിട്ട് പോയി എന്നുള്ളത്. അതൊരു വീഡിയോ ആക്കിയാണ് സ്റ്റോറി ഇട്ടിട്ടുള്ളത്, ഇങ്ങനെ എഴുതിയിടുവൊന്നുമല്ല. അപ്പം അതിലും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ ഈ സ്റ്റോറി ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്റ്റോറി ഇടുന്നുണ്ട്. ഇവൾ ആരുടെ കൂടെയാണ് പോയത് എന്നും അതിൻ്റെ തെളിവുകൾ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇവൻ്റെ ആ ഒരു ബുദ്ധിയും ബോധവും അല്ലെങ്കിൽ ആ ഒരു സൈക്കോ സ്വഭാവം ഇവൻ്റെ ആ ഒരു സൈക്കോ സ്വഭാവം നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. വെറുതെ അല്ല അവൻ്റെ ഭാര്യ ഇട്ടിട്ട് പോയത്. കർമ്മ എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, കർമ്മ എന്ന് പറയുന്ന ഒരു ബൂമറാഗാണ്. അത് നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി നമ്മുടെ അടുത്തോട്ട് തന്നെ വരും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ. ഇപ്പം എനിക്ക് ഏറ്റവും വിറ്റായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സഫ എന്ന് പറയുന്ന പെൺകുട്ടി അവൻ്റെ അടുത്തോട്ട് പോയി ചാടിക്കൊടുത്തു. ഇവൻ ഇങ്ങനത്തവനാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് ചാടിക്കൊടുത്തു. അത് കഴിഞ്ഞ് ചെന്ന് ചാടിയത് അതിലും വലിയൊരു ചാണകക്കുഴിയിലോട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ചെന്ന് ഒളിച്ചോടി പോയി എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉള്ള ഫസ്മിന സക്കീറിൻ്റെ ഹസ്ബൻഡായ ലല്ലു എബിയുടെ കൂടെയാണെന്നാണ് പറയുന്നത്. ഈ ലല്ലു എബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫസ്മിന സക്കീറും ലല്ലു എബിയും സെപ്പറേറ്റഡ് ആണ്. ഡിവോഴ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിവോഴ്സ് ആയോ എന്നറിയത്തില്ല. എന്നും തന്നെ ഈ ഫസ്മിന സക്കീർ ലല്ലു എബിയുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ വെളിയിൽ വന്ന് യൂട്യൂബിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലല്ലു എബി ഇങ്ങനെ സ്വന്തം സഹോദരങ്ങളോട് പോലും മിസ്ബിഹേവ് ചെയ്തു അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ വന്ന് പറയുന്നുണ്ട്. ഈ വാർത്തകളൊക്കെ കേട്ടതിന് ശേഷവും ഈ സഫ ഇവൻ്റെ കൂടെ ചാടിപ്പോയി എന്നാണ് പറയുന്നത്. പക്ഷേ സഫ പറയുന്നത് ഞാൻ ഒളിച്ചോടി പോയി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെയും കൂടെ ഒളിച്ചോടി പോയിട്ടില്ല, ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഫസ്മിന സക്കീർ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവായ ലല്ലു എബിൻ്റെ കൂടെ ഇവിടെ ഒളിച്ചോടി എന്നുള്ളതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഉണ്ടെന്ന്. അതുപോലെ തന്നെ മെഹനാസും പറയുന്നുണ്ട് ഇവളിങ്ങനെ ലല്ലു എബിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് പറഞ്ഞു. ഈ ലല്ലു എബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും കമൻ്റ് ഇടുകയും അവരുടെ കൂടെ പോവുകയും അല്ലെങ്കിൽ ഭാര്യ ഇരിക്കെ ഒരുപാട് അവിഹിതങ്ങൾ വെച്ച് പുലർത്തുകയും ചെയ്തൊരു മനുഷ്യനാണ്. അതിൻ്റെ പ്രൂഫ് സഹിതം ഇപ്പോൾ ഈ ഓരോ ദിവസം വന്ന് ഈ ഫസ്മിന സക്കീർ വീഡിയോ ആയിട്ടിട്ടുകൊണ്ടിരിക്കുകയും ഈ സഫ വിളിച്ചിട്ട് പോട്ടെ വിഷമിക്കേണ്ട എന്നൊക്കെ വിളിച്ചിട്ട് ഇവളെ സമാധാനിപ്പിച്ചിട്ട് നൈസായിട്ട് അവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളമാണെന്ന് എനിക്ക് അറിയത്തില്ല. സത്യമാവാതിരിക്കട്ടെ, കാരണം ആ കുഞ്ഞിൻ്റെ കാര്യം ഓർക്കുമ്പം സത്യമാവാതിരിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. റിഫയുടെയും മെഹനുവിൻ്റെ കാര്യം ആണെങ്കിലും അതിൽ പെട്ടുപോയൊരു കുഞ്ഞുണ്ട്. ഇതിപ്പോൾ സഫയുടെയും മെഹനുവിൻ്റെ കാര്യമാണെങ്കിലും അതിലും പെട്ടുപോയൊരു കുഞ്ഞുണ്ട്. നിങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാതിരുന്നുകൂടി. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ ചേർന്ന് ആ കുട്ടിയെ നോക്കണം. അല്ലെങ്കിൽ അതിന് വേണ്ട റൈറ്റ്സ്, അതായത് സ്വന്തം മാതാപിതാക്കളുടെ കൂടെ സന്തോഷത്തോടെ അതുങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് സന്തോഷത്തോടെ ജീവിക്കാനുള്ളൊരു റൈറ്റ്സ് ആ കുട്ടികൾക്കുണ്ട്. അത് ചെയ്യാൻ പ്രാപ്തരാണെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ആ കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാക്കാവുള്ളൂ. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. പിന്നെ ഈ സഫ ഒളിച്ചോടി പോയ സമയത്ത് ജസ്റ്റ് ആ മെഹനുവിനോടൊന്ന് പറഞ്ഞിട്ട് ഒളിച്ചോടി പോകുമായിരുന്നെങ്കിൽ മെഹനാസ് അതും കൂടെ ഒന്ന് ലൈവ് ഇട്ടേനെ. അപ്പം കൂടുതൽ റവന്യൂ കിട്ടിയേനെ മെഹനാസിന്. സഫ ഒളിച്ചോടി പോയ സമയത്ത് അതുകൂടെ ഒന്ന് ചെയ്യേണ്ടതായിരുന്നു. കാരണം ഭാര്യ മരിച്ചു കിടക്കുമ്പോഴും ഒക്കെ ലൈവ് ഇടാനായിട്ട് കാണിക്കുന്ന ആ ഒരു മനസ്സുള്ളൊരു മനുഷ്യനാണ്. ഒളിച്ചോടി പോകുമ്പോൾ തീർച്ചയായിട്ടും ലൈവ് ഇടും, അതിലൊരു സംശയവും വേണ്ട. റിഫ മരിച്ച സമയത്തും എല്ലാ ഇൻ്റർവ്യൂവിലും വന്നിരുന്ന റിഫേനെ മോശം പറയുന്നുണ്ടായിരുന്നു. റിഫയ്ക്ക് കാമുകനുണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞ ഒരാളെ പറ്റി അല്ലെങ്കിൽ അവർ എഴുന്നേറ്റ് വന്ന് ഞാനങ്ങനെ ഇത്തരക്കാരിയല്ല, ഞാനിങ്ങനെ ചെയ്തിട്ടില്ല എന്ന് തിരിച്ച് പറയത്തില്ലാത്ത ഒരാളെ കുറിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് പറയുകയാണ് അവൾ എൻ്റെ ഫ്രണ്ടായിരുന്നു, ഒരാളുടെ കൂടെ അവിഹിതമായിരുന്നു, അതിവ കൈയോടെ പിടിച്ചു, കുറേ തവണ വാണിംഗ് ചെയ്തു, അത് അങ്ങനെ ഫോട്ടോസ് വീഡിയോസ് ഏതാണ്ടൊക്കെ കണ്ടു, അങ്ങനെയാണ് ഇവൾ മനം തൊന്ന് ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഇപ്പം രണ്ടാമത്തെ ഭാര്യ ഒളിച്ചോടി പോയി കഴിഞ്ഞപ്പോഴത്തേനും അല്ലെങ്കിൽ ഇവൻ്റെ
ആ ഒരു ശല്യം സഹിക്കാൻ വയ്യാതെ റിഫയോട് ഇവൻ എന്ത് ചെയ്തു അതായിരിക്കും ഇപ്പം നമ്മൾ സഫയോട് ചെയ്യുന്നത്. ആ ഒരു ശല്യം സഹിക്കാൻ വയ്യാതെ ഇവള് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും. ആ ഇറങ്ങിപ്പോയതിന് ഇവൻ ഒളിച്ചോടി പോയി എന്ന് വരുത്തി തീർക്കാൻ ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടായിരിക്കും. കൂടുതലായിട്ട് നമുക്ക് ഇതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് ഇതിനെക്കുറിച്ചിട്ട് പറയുന്നില്ല. എന്ത് പറഞ്ഞാലും എനിക്ക് കോമൺ ആയിട്ട് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെഹനാസ് ആണെങ്കിലും സഫയാണെങ്കിലും രണ്ടും സെയിം ക്യാരക്ടറാണ്. കാരണം ഇവൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ട് ഇവൻ്റെ കൂടെ പോകാൻ കാണിച്ച ആ ഒരു മനസ്സ്, എന്നിട്ടും ഒരു കുഞ്ഞുണ്ടായതിന് ശേഷം ആ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് ഇത്രയും മോശപ്പെട്ട, അതായത് ഈ ഫസ്മിന സക്കറിൻ്റെ ഹസ്ബൻഡ് ഇത്രയും പെണ്ണുങ്ങളുടെ കൂടെ പോയിട്ടുള്ള ഈ ഒരു ലല്ലു എബീൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ വീണ്ടും അവൾ കാണിച്ച മനസ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും സെയിം ക്യാരക്ടറാണ്. അതായത് മെഹനാസും അതുപോലെ തന്നെ സഫയും. പിന്നെ ഈ ഒരു സമയത്ത് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഈ സഫ എന്ന് പറയുന്ന പേര് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല പേരാണ്. ഞാൻ ഇന്ന് കാദർ കരിപ്പൊട്ടിയുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ സഫയെ മെഹനാസ് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. റിഫയെ എങ്ങനെയാണ് മെഹനാസ് ഉപദ്രവിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ സഫയെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. കൈയെല്ലാം കടിച്ചു മുറിച്ചതിൻ്റെ വീഡിയോസ് അല്ല ഫോട്ടോസൊക്കെ കാദർ കരിപ്പൊട്ടിയുടെ ആ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. സഫ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇനി മെഹനാസ് പേടിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം വൈഫിനോട് രണ്ടാം ഭാര്യയോട് ആദ്യത്തെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവളെ ലോകത്തെ അറിയിക്കും. അപ്പം അതിനുവേണ്ടി മെഹനാസ് വെയിറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരിക്കലും മെഹനാസ് അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. അത് മെഹനാസ് മാത്രം അറിയുന്ന ഒരു സത്യമാണ്. അത് ഒരിക്കലും മെഹനാസ് ആരോടും ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ സൈക്കോ രീതി ചിന്തിക്കുന്ന ആൾക്ക് ഇങ്ങനെ സ്വന്തം വൈഫിനെ ഉപദ്രവിക്കുന്ന സമയത്തൊക്കെ അവളെ എന്തെങ്കിലും ഇട്ടിട്ട് പോയാൽ അവൾ എനിക്കെതിരെ നിൽക്കും എന്നുള്ളൊരു ബോധം അവന് ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കമൻറ്റ് ബോക്സൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് സഫയിലൂടെ റിഫയ്ക്ക് എന്താണ് പറ്റിയതെന്ന് ലോകം അറിയാൻ വേണ്ടിയാണ് മെഹനൂൻ്റെ ജീവിതത്തിലോട്ട് സഫ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബൂമറാങ് എന്നും അതുപോലെ തന്നെ കർമ്മയുടെ ആണ് എന്ന് പറയുന്നുണ്ട്. ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പഴഞ്ചൊല്ലുകളാണ് ഇവരുടെ വിഷയത്തിൽ കമൻറ്റ് ബോക്സ് ഫുള്ളും കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ചാണകത്തിൽ നിന്ന് മറ്റേ കുഴിയിലോട്ട്, അതായത് ഏത് കുഴിയാണെന്ന് എനിക്ക് അറിയാമല്ലോ, ആ കുഴിയിലോട്ട് ആണ് ഇപ്പം സഭ ചാടിയത്, അങ്ങനെയുള്ള കമൻറ്റുകളുണ്ട്. പിന്നെ ഈ കാദർ കരിപ്പൊടി എന്ന് പറഞ്ഞാൽ റിഫയുടെ ആ ഒരു വിഷയം വന്ന സമയം തൊട്ട് അവരുടെ ഫാമിലിക്കൊപ്പം നിൽക്കുകയും ആ കുഞ്ഞിന് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും റിഫയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ മാക്സിമം നോക്കുകയും ചെയ്ത ഒരു മനുഷ്യനായിരുന്നു. ഒരുപാട് വീഡിയോസൊക്കെ ഈ കാദർ കരിപ്പൊടി ചെയ്തിട്ടുണ്ട്. അപ്പം മെഹനൂനെതിരെ എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് കാദർ കരിപ്പൊടി. ഇപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വന്ന സമയത്ത് കാദർ കരിപ്പൊടി വീണ്ടും ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. സഭ കാദർ കരിപ്പൊടിയോട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ വരുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോ ആയിട്ട് കാണാം. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കരുത്. ബൈ.